കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഒന്നിലധികം കഥകളാൽ അഥവാ ചരിത്രങ്ങളിൽ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള മഹാമാന്ത്രികനും മറ്റൊരു മഹാമാന്ത്രികനായ പ്രശസ്തമായ നമ്മളെ ഏവരെയും ഭയപ്പെടുത്തിയിരുന്ന കള്ളിയങ്കാട്ട് നീലി എന്ന അതിഭീകരിയായ യക്ഷിയെ തളച്ച കടമറ്റത്ത് കത്തനാരുടെ സമകാലികനുമായ വിഷ്ണുമായ ഉപാസകൻ പുഞ്ചമൺ പോറ്റി. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഇല്ലമാകുന്നു പുഞ്ചമൺ ഇല്ലം. പഴമയുടെ പ്രൗഢിയിൽ നിലകൊള്ളുന്ന ഈ ഇല്ലത്തിന് ധാരാളം ചരിത്രങ്ങൾ പറയാനുണ്ട്. 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ്, അതായത് 300 വർഷങ്ങൾക്ക് മുൻപ് മഹാരാജാവ് തിരുമനസ് മലബാറിൽ നിന്നും മാവേലിക്കരയിലേക്ക് കുടിയേറി പാർത്ത പുഞ്ചമൺ നമ്പൂതിരിപ്പാടിനെ കോട്ടയത്തേക്ക് ക്ഷണിക്കുകയും അവിടെ ഇല്ലം നിർമ്മിക്കാനായി പ്രത്യേക സ്ഥലം കൊടുക്കുകയും ചെയ്തു. അത് പ്രകാരം അതിവിശിഷ്ടമായ ഒരു ഇല്ലം അദ്ദേഹം പണി കഴിപ്പിച്ചു. മന്ത്രതന്ത്ര വിദഗ്ധനായ വിഷ്ണുമായ അഥവാ ചാത്തൻ സേവയുള്ള ആ മഹാമാന്ത്രികൻ അവിടെ ജീവിച്ചു. അങ്ങനെ കഴിയും കാലം ശ്രീപോർക്കലിയിൽ മഹാതപം ചെയ്ത് മഹാകാളി ദേവിയെ പ്രത്യക്ഷമാക്കിക്കൊണ്ട് ദേവിയുടെ മഹാ ഉപാസകനായി ജീവിച്ച മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും സുഹൃത്തുക്കളായി തീർന്നു. അങ്ങനെ കഴിയും കാലം ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് വൈക്കം മഹാദേവൻ്റെ ഉപാസകനായി നിലകൊള്ളുവാൻ നിയമിതനായ കാലം. അങ്ങനെയിരിക്കെ പുഞ്ചമൺ പോറ്റി വൈക്കത്ത് ദർശനത്തിനായി ചെല്ലുകയും ദർശനമെല്ലാം കഴിഞ്ഞ് സംസാരിച്ചു കൊണ്ട് ഇരിക്കും കാലം മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് പറയാനിടയായി, ഒരു മൂർത്തിയെ സേവിക്കുകയാണെങ്കിൽ അത് ഭദ്രകാളി ദേവിയെ തന്നെ സേവിക്കണം. ദേവി പ്രസാദിച്ചാൽ സാധിക്കാത്തതായി യാതൊന്നും തന്നെയില്ല. എന്നാൽ ഇത് കേട്ടിരുന്ന പുഞ്ചമൺ പോറ്റി ഒരിക്കലുമല്ല, സേവിക്കുകയാണെങ്കിൽ അത് ചാത്തനെ തന്നെ സേവിക്കണം. അങ്ങനെ ഇരുവരുടെയും തർക്കം മൂർച്ഛിച്ചു. എന്നാൽ എന്തിന് തർക്കിക്കണം, അതങ്ങ് പരീക്ഷിച്ച് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ് പുഞ്ചമൺ നമ്പൂതിരി ആരവിടെ, നമുക്ക് വെറ്റില മുറുക്കേണ്ടതാകുന്നു എന്നരുളി. ക്ഷണനേരം കൊണ്ട് ചാത്തൻ ഒരു ഭൃത്യൻ്റെ രൂപത്തിൽ വെറ്റിലച്ചെല്ലവുമായി വന്ന് അടക്കയും ചുണ്ണാമ്പും വെറ്റിലയിൽ വെച്ച് കൊടുത്ത് ചുരുട്ടി പുഞ്ചമൺ തിരുമേനിക്ക് നൽകി. ആ നേരം തന്നെ ആ ചാത്തൻ അപ്രത്യക്ഷനാകുകയും ചെയ്തു. അത് കണ്ട ശേഷം മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടാവട്ടെ, കാളി എവിടെ, നമുക്ക് വെറ്റില മുറുക്കേണ്ടതാവുന്നു എന്ന് പറഞ്ഞു. ക്ഷണനേരം കൊണ്ട് സാക്ഷാൽ കാളിദേവി അദ്ദേഹത്തിന് മുൻപാകെ പ്രത്യക്ഷയായി വെറ്റില തയ്യാറാക്കി നൽകി. അവിടെ നിന്ന് അപ്രത്യക്ഷയാകുകയും ചെയ്തു. വീണ്ടും പുഞ്ചമൺ തിരുമേനി കോളാമ്പി എടുത്തുകൊണ്ടുവരുവാൻ ഉത്തരവിട്ടു. അത് പ്രകാരം മുൻപ് പ്രത്യക്ഷനായ ചാത്തൻ കോളാമ്പിയായി വന്ന് അദ്ദേഹം അതിലേക്ക് തുപ്പുകയും ചെയ്തു. ശേഷം ചാത്തൻ അപ്രത്യക്ഷനാകുകയും ചെയ്തു. അപ്പോൾ തന്നെ മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട്, കാളി എവിടെ, നമുക്ക് കോളാമ്പി ആവശ്യമാകുന്നു, കൊണ്ടുവരൂ എന്നരുളി. അത് പ്രകാരം സാക്ഷാൽ കാളിദേവി കോളാമ്പിയായി വരുന്നു. അതിലേക്ക് അദ്ദേഹം തുപ്പുകയും ചെയ്തു. ശേഷം ഇരു നമ്പൂതിരിമാരും പിരിഞ്ഞു. കാളിദേവി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടിന് മുൻപാകെ പ്രത്യക്ഷയായി. നമ്മെക്കൊണ്ട് നീ ദാസിവേല ചെയ്യിപ്പിച്ചതിനാൽ നാം അസംതൃപ്തയായി. അതിനാൽ തന്നെ ഇനി നിന്റെ മുൻപാകെ പ്രത്യക്ഷയാകുകയില്ല. മറിച്ച് നിനക്ക് എന്താവശ്യമുണ്ടായാലും നാം അപ്രത്യക്ഷയായിക്കൊണ്ട് തന്നെ നിന്റെ ആവശ്യങ്ങൾ സാധിച്ചു തരാം എന്നരുളി അവിടെ നിന്നും മറഞ്ഞു. പരശുരാമ മഹർഷിയാൽ ലഭിക്കപ്പെട്ട വരമാകുന്നു ബാലശാസ്താവ് അഥവാ കുട്ടിച്ചാത്തൻ്റെ സാന്നിധ്യം പുഞ്ചമൺ ഇല്ലത്തിന്. കുട്ടിച്ചാത്ത ഉപാസനയ്ക്ക് പുറമെ വിവിധ തരത്തിലുള്ള ദേവീദേവന്മാരുടെ ഉപാസനയും പുഞ്ചമൺ പോറ്റിക്കും ഉണ്ടായിരുന്നു. മന്ത്രവാദം എന്ന് പറഞ്ഞാൽ നല്ലതിനായി ചെയ്യുന്നത്, അതായത് സത്പ്രവർത്തിക്ക് ബാധാദോഷം മനോരോഗമില്ലാതാക്കുക,
പലതരത്തിലുള്ള രോഗപീഠകൾ ഇല്ലാതാക്കുക എന്നിങ്ങനെയായിരുന്നു അതിലൂടെ നടത്തിയിരുന്നത്. അങ്ങനെയെല്ലാം കഴിയും കാലത്ത് കടമറ്റത്ത് കത്തനാരുമായി പുഞ്ചമൺ പോറ്റി സൗഹൃദത്തിലാകുകയും സുഹൃത്തായ കത്തനാരെ ഇല്ലത്തേക്ക് ക്ഷണിക്കുകയും പരുമലയിൽ നിന്നും പുഴയിലൂടെ അദ്ദേഹം പുതുപ്പള്ളിയിലേക്ക് വരികയും അങ്ങനെ കത്തനാരെ വേണ്ട വിധത്തിൽ എല്ലാം സൽക്കരിച്ച ശേഷം കത്തനാർ പോകാനിറങ്ങും നേരം കത്തനാർ വന്ന തോണി കാണാതായിരിക്കുന്നു. നോക്കിയപ്പോൾ സമീപത്തെ മാവിൻ കൊമ്പിൽ ഇരിക്കുന്നു. അപ്പോഴേക്കും പുഞ്ചമൺ പോറ്റി, അങ്ങ് മഹാമാന്ത്രികനല്ലേ, അതിങ്ങ് താഴേക്ക് ഇറക്കിയേക്ക് എന്ന് പറഞ്ഞു. എന്നാൽ കത്തനാർ ഇല്ലത്തെ അന്തർജനങ്ങളെ വരുത്തി വള്ളം താഴേക്ക് ഇറക്കുന്ന വിദ്യ എനിക്കറിയാമെന്ന് പറഞ്ഞു. പോറ്റിയുടെ ചാത്തന്മാർ കാരണമാണ് ഇത് സംഭവിച്ചത് എന്ന് കത്തനാർക്ക് മനസ്സിലായി. അതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പിന്നീട് പോറ്റി ചാത്തന്മാരെ കൊണ്ട് തന്നെ വള്ളം നിലത്തിറക്കിച്ചു. കത്തനാരെ യാത്രയാക്കി. അങ്ങനെ തിരുവിതാംകൂർ തലസ്ഥാനത്ത് സ്ഥിരമായി നടത്തിവരുന്ന വിശേഷാൽ കർമ്മമാകുന്നു മുറജപം. അങ്ങനെ ഒരു നാൾ മുറജപം നടത്തിവരുന്ന കാലം വലിയൊരു അഗ്നിബാധയുണ്ടാകുകയും അനർത്ഥത്തിൻ്റെ കാരണം ആരായുന്നതിനായി ജ്യോതിഷ പണ്ഡിതനും കൂടിയാകുന്ന പുഞ്ചമൺ പോറ്റിയെ മഹാരാജാവ് തിരുമനസ് വിളിക്കുകയും യജ്ഞരക്ഷകനായി 56 ദിവസം നീണ്ടു നിൽക്കുന്ന കർമ്മത്തിൽ പങ്കാളിയാകുകയും ചെയ്തു. അങ്ങനെ നിന്ന അദ്ദേഹത്തിന് യജ്ഞകാലം കഴിഞ്ഞ് എല്ലാം ശുഭമായതിന് ശേഷം മഹാരാജാവ് പുഞ്ചമൺ പോറ്റിക്ക് അന്നത്തെ അതിവിശിഷ്ടമായ ആദരവ് ധീരശൃംഖല നൽകി ആദരിച്ചു. സംസ്കൃതത്തിലും പ്രാചീന മലയാള ഭാഷയായ വട്ടെഴുത്തിലും ആധുനിക മലയാള ഭാഷയിലും എഴുതപ്പെട്ട മന്ത്രതന്ത്രങ്ങൾ അടങ്ങിയതും ആയുർവേദ കൂട്ടുകൾ അടങ്ങിയതും ജ്യോതിഷം